Hey guys, welcome back to a new video. അപ്പോൾ പിക്കാച്ചു ബാക്കി പറടാ. അതിന് മുമ്പ് നമ്മളെ പുതിയ ചെക്കനെ കണ്ട ഈ ചെക്കനെ കാണാൻ മാസമായിട്ടില്ലേ. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആപ്പ് കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എൻ്റെ കൂടെ കളിക്കാൻ പറ്റും. അതുപോലെ ഞാൻ മൾട്ടിപ്ലെയറിൽ ഉപയോഗിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ മറ്റേ 8111 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കളിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന ഹോം ടൂർ വീഡിയോ ആണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ തമ്മിലിൽ കാണിച്ച ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഇട്ടേക്കണതെന്ന്? ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ അതാണ് നമ്മുടെ ഗരേജും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് കാർ എടുത്ത് അകത്തോട്ട് കയറ്റിയിടാം. എന്തായാലും പിക്കച്ചു. അപ്പോൾ ഗേയ്സ് നമ്മളിപ്പോൾ നേരെ നമുക്ക് ഈ കീ ഇരിക്കണമുണ്ട് പറ്റുള്ള കേട്ടോ. അത് നമുക്ക് മാറ്റാം അവിടെ നിന്ന് എന്തായാലും. പക്ഷേ തൽക്കാലത്തേക്ക് അത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഗരേജ് അങ്ങോട്ട് കയറ്റാം. ഓക്കെ, തുറക്കൂ. ഓപ്പൺ ചെയ്യടോ. വണ്ടി ഡാമേജായി. ഇത് സർവീസ് ചെയ്തോളും, പേടിക്കണ്ട. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇത് പുതിയ നമ്മുടെ കുറേ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ എടാ ഫ്രീക്ക് വന്നിട്ട് നമ്മളെ തൊപ്പയൊന്നാണ്, നമുക്ക് മിണ്ടണ്ട. അവനോട് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് പോവാം ഗൈസ്. രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വന്നാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻഷാനും കൂടി ഉണ്ട് കേട്ടോ. വിവിയണ്ണൻ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഫ്രീ കണ്ണാ, നമുക്ക് നേരെ പോവാം. പെട്ടെന്ന് പോവാം. പതിയെ പൊക്കോ ഗൈസ്. അപ്പോൾ അവർ പോയിട്ടുണ്ട്. നമുക്കപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് കയറാം. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ പാല് കച്ചായതുകൊണ്ട് ലൈറ്റൊന്നും ഊരിയിട്ടിട്ടില്ല. ലൈറ്റ് എന്നാൽ ഇന്നത്തേക്കായിട്ട് കിടക്കട്ടെ ഗൈസ്. ലൈറ്റ് നമ്മളൊന്നും പിടിച്ചൊന്നും ചെയ്യൂല, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ. ഇത് പിന്നെ നമ്മുടെ ഹോണിംഗ് ബെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡി ഡോർ. ഒന്നുമില്ല, നീ പുറകിലുണ്ടോയെന്ന് നോക്കിയതാണ്. ഓക്കെ ഗൈസ്, നമ്മളെ ഷിൻഷാൻ നമ്മളെ തോളിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ കഴിച്ച ബർഗറും പിക്കാച്ചു രാവിലെ കഴിച്ച കോഫിയും പിന്നെ മറ്റേ വെജിൻ്റെ സാലഡും ഉണ്ട് അവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം. ഇവിടെ ഒരു ടബുണ്ട്, ടബിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അതൊന്നും നിങ്ങൾ കാണണ്ട, ലാസ്റ്റ് പറഞ്ഞു. ഇവിടെ പിന്നെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിറർ വാഷ് ബേസ്. അവിടെ പിന്നെ കൂളർ വെച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു വാഷിംഗ് മെഷീനും പിന്നെ ഒരു തുണി അലക്കുകല്ലും എടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മുടെ ലാസ്റ്റ് ടോയ്ലറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആദ്യത്തെ വീട്. പിന്നെ നേരത്തെ ഞാനൊരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ലല്ലേ, സോറി, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, സോറി ഗൈസ്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടാൻ മറന്നുപോയി. അപ്പോൾ നമ്മളൊന്ന് ശരിക്കും എന്തോ ചെയ്യും അറിയില്ല. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ റോഡ് ടു 450 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഇപ്പം തന്നെ നിങ്ങളങ്ങനെ സപ്പോർട്ട് കാണിച്ചു തരും. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വൈകിട്ടേ വീഡിയോ വരുള്ളൂ. ബിക്കോസ് ഇവിടെ നെറ്റും കാര്യങ്ങളും ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും നമ്മൾ അകത്ത് തന്നെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇതാണ് പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ ഇതാണ് ഷോറൂമിൻ്റെ വണ്ടി കിടപ്പുണ്ട്. വണ്ടിയും കാര്യങ്ങളും ഇവിടെ തന്നെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് പെട്രോളേ ഉള്ളൂ, നമ്മൾ അടിക്കണം. പക്ഷേ ഇവിടെ മഞ്ഞായതുകൊണ്ട് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഡോറടച്ചങ്ങോട്ട് പോവാം. ഡോറടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അകത്തുകൂടി. എടാ പിക്കാച്ചു സൂക്ഷിച്ച് കയറുന്നു, നിൻ്റെ അത്ര ഉള്ളു സ്റ്റെപ്പ്. അവിടെയാണ് നമ്മുടെ ലിവിങ് ഏരിയ ഗൈസ്. അവിടെ എന്തെങ്കിലും വയ്ക്കണം പിന്നെ ബാക്കി. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ടെറസ് പോലത്തെ സാധനം. ഇവിടെ പിന്നെ അങ്ങറ്റത്തെ ഒരു കോഫി കുടിക്കേണ്ട സ്ഥലം. പിന്നെ ഇവിടെ ചുമ്മാ ചില്ല് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം. ഇപ്പം നല്ല വൈബാണ് ഇവിടെ ഇരിക്കാൻ. ഏകദേശം ഗുഡ് വൈബ്സ് ഇൻ ഹിയർ വെരി. പിന്നെ ഇവിടെ ഞാൻ ഫ്രീക്കും കിടന്നുറങ്ങുന്ന സ്ഥലം. ഇതാണ് എൻ്റെ പ്ലേ സ്റ്റേഷൻ വയ്ക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഞാൻ ഫ്രീക്കും കിടന്നുറങ്ങുന്നത്. ഇവിടെ പിന്നെ എൻ്റെ മിക്കു കിടന്നുറങ്ങുന്നുണ്ട്. മിക്കു ഇവിടെ നല്ല ഉറക്കമുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ പിന്നെ വന്നില്ല, അവനായിരുന്നില്ല, വിചാരിച്ച അവനാണെന്ന്. അപ്പോൾ നമ്മുടെ പിന്നെ
ഇത് ഇവിടെ ഞങ്ങൾ ഒരു എ സി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അടയ്ക്കണം ഡോർ, അല്ലെങ്കിൽ എ സിയുടെ കാറ്റ് പുറത്ത് ഇതടച്ചില്ല. പെട്ടെന്ന് അടക്കി വന്ന് തല്ലി കൊല്ലും. ഇത് പിന്നെ ഗെയിമിംഗ് ചെയറും പിന്നെ ജോയ്സ്റ്റിക്കും പ്ലേ സ്റ്റേഷനും അവൻ തന്നെയാണ് വാങ്ങി തന്നത് നമുക്ക്. പിന്നെ രാവിലെ അവൻ കുടിച്ച കോഫിയൊക്കെ അവൻ കുടിച്ചു, പക്ഷെ ഞാൻ കുടിച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫോൺ ഇവിടെ കിടപ്പുണ്ട്. ഇത് പിന്നെ ഞാൻ വെജ് സാൻഡ്വിച്ച് കഴിക്കണം എൻ്റെ അതുകൊണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്, ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങാനും ലോക്കായി പോയാൽ അവിടുത്തെ ടോയ്ലറ്റിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അവിടെ എ സി ഉണ്ട്. പിന്നെ അവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫോൺ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഗെയിമിംഗ് ചെയറിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഫോൺ. പെട്ടെന്ന് അടയ്ക്കടാ, അത് അടയുള്ള കേട്ടോ പെട്ടെന്നൊന്നും. അപ്പോൾ പീക്കാച്ചുവിന് റൂമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവൻ ഇവിടെയാണ് കിടക്കുന്നത്. ഷിൻചാനും പീക്കാച്ചു ഇവിടെ വന്നാൽ തന്നെ ഇവിടെ ആയിരിക്കും കിടക്കുന്ന ലിവിങ് ഏരിയയിൽ. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എൻ്റെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. എല്ലാ റൂമിലും ഒരു ഇത് പോണ്ട്, എല്ലാ റൂമിലും എടാ കറങ്ങണ്ട, എന്നെ കണ്ടെന്ന് തോന്നുന്നു. ഷിൻചാൻ അവനിവിടെ ഇല്ലാന്ന് തോന്നണം, അവൻ നേരത്തെ പോയെന്ന് തോന്നണം. നമുക്ക് എന്തായാലും ഒരു വട്ടം കൂടെ അടിക്കും. അവിടെ ആരും നിൽക്കണം അവിടെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങളുടെ വട്ടം അടിച്ച് നോക്കാം നമുക്ക്. നിൽക്കണ്ട പിക്കച്ച് ഓടിക്കോ, അവനെങ്ങാനും കണ്ട പണിയാവും കേട്ടോ. ഇല്ലടാ, എനിക്ക് തോന്നിയതോ അവനൊന്നും ഇവിടെ ഇല്ല. ഷിൻചാൻ നമ്മളെ കണ്ടില്ല. ഷിൻചാൻ അവിടെ നിൽക്കും. ഇത് ഞാൻ കാണിച്ചു തന്നില്ല, സോറി ഗായ്സ്. ഷിൻചാൻ അവിടെ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, നമുക്കപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാം. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ബിക്കോസ് ഇത് എന്താ നമ്മുടെ ഹോം ടൂർ വീഡിയോ ഒന്നും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൻ വന്ന് അലമ്പാക്കും ഫുള്ള്. പിന്നെ ഇവിടെയാണ് ഞാൻ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത്. അല്ല, ഇത് ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നത്. എനിക്കിത് നിങ്ങളൊന്നും കൂടെ കാണുക. ഇതാണ് നമ്മുടെ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പിന്നെ അപ്പുറത്ത് നല്ല വൈബ് ഡിസ്കോ DJ ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ്. ഇവിടെ ഫയർ വുഡൊക്കെ വെച്ച് ഇതുണ്ട്, കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. അതില്ല, ഇവിടെ ചുമ്മാ ഇരുന്ന് നമുക്ക് എല്ലാം കഥയും പറഞ്ഞ് വല്ല പാട്ടും കേട്ടിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ പപ്പടം കുത്തിയൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞു. ഇവിടെ പപ്പടം കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ചുമ്മാ പോകുന്നു, അല്ല നന്നായി പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കോഫി കുടിക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത മുറിയിലോട്ട് പോകാം. ഗൈസ്, അത് ഞാൻ മറന്നു കഴിഞ്ഞ് നമുക്ക് പൊക്കത്ത് അതും കൂടെ കാണിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ജിം ഏരിയ. ഇവിടെ ഞാൻ എന്നും എക്സസൈസ് ചെയ്യാറുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫ്രീക്ക് ചെയ്യുന്നതാണ്. ഞാനൊക്കെ പുഷപ്പും പിന്നെ മറ്റേ ഡമ്പിൾ വെക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഇവിടെ പിന്നെ നമുക്ക് ഇത് പിന്നെ ആ ഡിസൈൻ ഫ്രീക്ക് വെച്ച് തന്നതാണ്. ഇത് ഫുള്ള് ഫ്രീക്കാണ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം. പക്ഷേ ഈ ഗെയിമിൻ്റെ മാത്രമാണ് ഞാൻ വെച്ചതാണ്. പിന്നെ നീല കളർ കസേര എൻ്റെയാണ്. ഇവിടെ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു ടറഫ് പോലെ ആക്കാൻ വേണ്ടിയാണ് നോക്കിയത്. പക്ഷെ അവിടെ ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ആ ടറഫിൻ്റെ പണി അവിടെ വെച്ച് തീർത്തു. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഇവിടെ പോലെ നമ്മുടെ ഇവിടെ മഞ്ഞത്ത് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പീക്കാച്ചുവിന് വേണ്ടി ഇവിടെ ഒരു റൂമും കാര്യങ്ങളും വച്ചാലോ എന്ന് ആലോചിക്കുക. പിന്നെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ചായ കുടിക്കാം, എന്തെങ്കിലും പറഞ്ഞിരിക്കാം. വേണമെങ്കിൽ വല്ലതും തിന്നെങ്കിലും ഇരിക്കല്ലേ. ഇവ ഇരിക്കണ്ട കണ്ട എല്ലായിടത്തും. ഇത് ക്യാപ്പിച്ചീനോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ക്യാപ്പിച്ചീനോ ഇരിപ്പുണ്ട് കേട്ടോ. മൈ ഗോഡ്, വാട്ട് ഹേ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഡോർ ക്ലോസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മഞ്ഞകത്ത് കയറി നമ്മൾ ഉരുകിപ്പോവും. അല്ല, ഉരുക്കൂല, നമ്മളിതാവും. ഇത് പിന്നെ റൂമാണ്. ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീക്കിന് ഗെയിമിംഗ് റൂമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു വേണ്ടെന്ന്. ഷിൻചാനെ അല്ല പീക്കാച്ചു എങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. എടാ പിന്നെ അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇട്ട വീടിൻ്റെ വൈബ് ഇട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രോൺ ക്യാമറ എടുത്ത് നോക്കണം. അതിന് മുമ്പേ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ മോർ വീഡിയോസ് വരുന്നതായിരിക്കും. GTA 5 നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഏതാണെങ്കിലും വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് തന്നെ
നമ്മുടെ മറ്റേ വീഡിയോ ഇട്ടായിരുന്നു മൈൻക്രാഫ്റ്റിൻ്റെ. അതെൻ്റെ ഒരു മച്ചാൻ കമൻറ്റ് ചെയ്തതാണ്. മച്ചാനെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് കേട്ടോ അങ്ങനെ വിളിക്കുന്നത്. അവർ കമൻറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ക്യാമറയിലെ വിഷ്വൽസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ് ഡ്രോൺ ക്യാമറയിലേത്. ഓക്കെ ഗായ്സ്, ഇതാണ് ഫൈനൽ ലുക്ക് ഓഫ് അവർ ഹൗസ്. പൊക്കത്തൊന്നും പോകാൻ പറ്റില്ലല്ലേ? ഞാൻ വിചാരിച്ചു ഡ്രോൺ ക്യാമറയിൽ പൊക്കത്തൊക്കെ പോയിട്ട് വരാമെന്ന്. പക്ഷെ അത് നടക്കില്ല, 60% ഉള്ളൂ കേട്ടോ എൻ്റെ ചാർജ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം എവരിവൺ. ടാറ്റാ, ബൈ ബൈ ഗൈസ്. ബൈ ബൈ ഗൈസ്. എടാ പിക്കച്ചോ പറടാ.